ആരെങ്കിലും ഇതുവരെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ ലൈഫിൽ ഒരു വട്ടെങ്കിലും? ഇനിയിപ്പോ അൺമ്യൂട്ടാക്കി പറയേണ്ടവർക്ക് അങ്ങനെയും പറയാം. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. അൻവർ ചെയ്തിട്ടുണ്ടോ? ഓക്കെ. എവിടുന്നാണ് ചെയ്തിട്ടുള്ളത്? അതിന്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? ഓക്കെ, ഞാൻ ഈ ജഷീലന്റെ അടുത്ത് ചോദിക്കാം. ജഷീല മാം ഇതുവരെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? ലൈഫിൽ ഒരു വട്ടെങ്കിലും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? എവിടുന്നാ ചെയ്തിട്ടുള്ളത്? ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. നമ്മള് വീട്ടിന്ന് നമ്മള് ഡീപ് ബ്രീത്ത് എടുക്കുന്ന അങ്ങനെ ഒരു യോഗ മോഡൽ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ സിംപ്ലി ഞാൻ മെഡിറ്റേഷനെ കുറിച്ചിട്ട് അറിയാത്തവർക്ക് ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സിംപ്ലി ഇത്രയേ ഉള്ളൂ. നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. നമ്മുടെ ശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സംഭവമാണല്ലേ. നമ്മളുടെ ആത്മാവിനെയും നമ്മളുടെ ശരീരത്തിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. ഐ എം റിയലി സോറി, ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിട്ടുപോയി. എൻ്റെ പേര് ലുലു ബിസ്ന. ഞാനൊരു ഇന്റർനാഷണൽ സർട്ടിഫൈഡ് മൈൻഡ് പവർ ട്രെയിനർ ആണ്. അപ്പോൾ നിങ്ങൾ ഈ മൈൻഡ് പവർ ട്രെയിനർ, ലൈഫ് കോച്ച്, മൈൻഡ് കോച്ച് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതെന്താണ് എന്ന് പറയുമ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു അൺലിമിറ്റഡ് പവർ ഉണ്ട്. എല്ലാത്തിനുള്ള ആൻസേഴ്സും ആക്ച്വലി നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഒരു ശില്പിനെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ പാറക്കല്ലിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊത്തി മാറ്റുമ്പോഴാണ് അതിൽ ശില്പി ഉണ്ടാവുന്നത്. അല്ലാതെ വേറെ കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. ഓൾറെഡി അതിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ അതിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെത്തി മാറ്റുമ്പോഴാണ് അതിന്റെ ഉള്ളിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ശില്പി ഉണ്ടാവുന്നത്. അതേപോലെ നമ്മളുടെയൊക്കെ ഉള്ളിൽ നമ്മളുടെ ക്രിയേറ്റർ, നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ ദൈവം, നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള ആള് നമ്മൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേലാണ് ഇവിടേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ജീവിച്ചു വരുന്ന വഴി, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ബാഡ് എക്സ്പീരിയൻസസ്, നമ്മളുടെ സാഹചര്യങ്ങൾ, ഇതൊക്കെ കുറച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് റിമൂവ് ചെയ്താൽ തന്നെ നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് സെൽഫ് പുറത്തേക്ക് വരും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും എത്രയോ അപ്പുറത്താണ് നമ്മളുടെ പവേഴ്സ് കിടക്കുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ കയറി കൂടിയിട്ടുണ്ട്. അപ്പൊ ഇത് എടുത്തു മാറ്റിയാല് നമുക്ക് നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് സെൽഫിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു പ്രോസസ് ആണ് ആക്ച്വലി ഒരു മൈൻഡ് കോച്ച് അല്ലെങ്കിൽ ഒരു ലൈഫ് കോച്ച് ചെയ്യുന്നത്. ഓക്കെ, അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു ടൂളാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്തിനിവിടെ മെഡിറ്റേഷൻ ചെയ്യുന്നു എന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും പല മേഖലയിൽ, ഇപ്പോൾ ചിലർ വീട്ടിലിരിക്കുന്നവരുണ്ടാവും, ചിലർ ജോലി ചെയ്യുന്നവരുണ്ടാവും, ഇങ്ങനെ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഉള്ളത് പല പല മേഖലകളിലാണ്. അപ്പോൾ ഇവിടുന്നൊക്കെ മാറി നമ്മളുടെ ശ്രദ്ധ നമുക്ക് ഇവിടെ കേന്ദ്രീകരിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ 100% നമ്മുടെ ശ്രദ്ധ കൊടുക്കുമ്പോഴേ നമുക്ക് അതിൽ നിന്നുള്ള 100% റിസൾട്ട് ഇങ്ങോട്ട് കിട്ടുള്ളൂ. നമ്മുടെ ശ്രദ്ധ നമ്മൾ എത്രത്തോളം കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ സെൽഫിനെ നമ്മൾ എത്രത്തോളം അവിടെ കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഇങ്ങോട്ടുള്ള റിസൾട്ട് കിട്ടുക. അപ്പൊ നമ്മുടെ മൈൻഡിനെ നമ്മൾ അലൈൻ ചെയ്യിപ്പിക്കണം. ഇപ്പൊ നമ്മളിപ്പോ എല്ലാവരും വേറെ വേറെ സ്ഥലത്താണെങ്കിൽ കൂടി നമ്മളെല്ലാവരും തമ്മിൽ കണക്റ്റഡ് ആണ്. ഓക്കെ, നമ്മുടെ എല്ലാവരുടെ മനസ്സും എനർജി വൈസിലൊക്കെ നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ്. അപ്പൊ എല്ലാവരുടെയും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, അതായത് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് നമ്മളിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വലിയൊരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്തിനു മെഡിറ്റേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഫോക്കസ്, നിങ്ങൾ ആസ് എ പേഴ്സൺ എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ഇവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. അപ്പൊ ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ബ്രീത്ത് ഇൻ ചെയ്യുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരം തമ്മിലുള്ള ഒരു ബ്രിഡ്ജാണ്, ഒരു പാലാണ് ആക്ച്വലി ഈ ശ്വാസം എന്ന് പറയുന്ന സാധനം. അപ്പൊ ഈ ശ്വാസം അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ എന്ന് പറഞ്ഞൊരു സാധനം ഇടും. നമ്മളിങ്ങനെ ഒന്നായിട്ട് നമ്മളുടെ ശ്വാസം എടുത്തിട്ട് പുറത്തേക്ക് ഇടും. അത് അൺകോൺഷ്യസ്ലി നമ്മളുടെ ബോഡി തന്നെ നമ്മുടെ ശ്വാസത്തിനെ എന്ത് ചെയ്യാണ്, റീ അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പൊ നമ്മളുടെ ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് കാമായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ നമ്മളുടെ ആത്മാവും ശരീരവും തമ്മിൽ കണക്ട് ആവുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിലും, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ആത്മാവിനറിയാം എന്തൊക്കെയാണ് ഈ ശരീരത്തിന് വേണ്ടത് എന്നുള്ളത്. പക്ഷെ അത് തമ്മിൽ കോൺഫ്ലിക്റ്റിനാവുന്ന സമയത്താണ്, അവർ തമ്മിൽ ഒക്കാത്ത സമയത്താണ് എന്താവുന്നത്, നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ ചെയ്യാനും ചിന്തിക്കാനും ഒന്നും പറ്റാത്തത്. അപ്പൊ ഇവരെ രണ്ടുപേരെ ഒന്ന് ഒരുമിച്ചിരുത്തണം, ആ ഒരു പാലം തമ്മിൽ കൂട്ടിമുട്ടിക്കണ
ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ആക്ച്വലി മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 5 minutes ജസ്റ്റ് ഞാനിവിടെ ഒരു ഗൈഡഡ് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ഇവിടെ പ്ലേ ചെയ്യും. സിംപ്ലി നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക. മാക്സിമം പറ്റുന്നവരൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക. ഇയർഫോൺ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മുദ്ര കീപ്പ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മുടെ ഫിംഗേഴ്സിന്റെ ടിപ്പുകൾ തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ്. നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മുടെ എൻറ്റയർ എനർജി ഒരു പോയിന്റിലോട്ട് വന്നു പോകും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്പുറത്തൊക്കെ ഒരുപാട് സയന്റിഫിക് റീസൺസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത്രയും ശ്രദ്ധിക്കുക. ജസ്റ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ ഒരു ഇടത് കൈന്റെ മുകളിൽ വലത് കൈ വെച്ചിട്ട് തള്ളവിരൽ തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടിച്ചിട്ട് ജസ്റ്റ് റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ സുഷുമ്ന നാഡി നേരെയാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, നമ്മുടെ നട്ടെല്ല് നേരെയാണെന്നുള്ളത് അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതിനുശേഷം നിങ്ങളിലോട്ട് അലിഞ്ഞു പോകുന്ന സമയത്ത് പിന്നെ അതൊന്നും മൈൻഡ് ആക്കണ്ട. ഓക്കെ, ആ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തിട്ട് പോയാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ എല്ലാവരും മ്യൂട്ടാണെന്നുള്ളത് ഉറപ്പുവരുത്തുക കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ല, കാമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് എന്നൊക്കെ ഉള്ളത് ഉറപ്പുവരുത്തുക. മാക്സിമം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, കണ്ണടച്ച് സ്വസ്ഥമായിട്ടിരിക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്യാം. കണ്ണുകളടച്ച് സ്വസ്ഥമായിരിക്കാം. ഇടത് കൈക്ക് മുകളിൽ വലതു കൈ ചേർത്ത് വെച്ച് തള്ളവിരൽ കൂട്ടിമുട്ടിച്ച് ഒരു ഊർജബന്ധം സ്ഥാപിക്കാം. മെല്ലെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്കിപ്പോൾ ദീർഘശ്വാസം എടുത്തു വിടാവുന്നതാണ്. Breathe in, hold on and breathe out. Breathe in, hold on and breathe out. Breathe in, hold on and breathe out. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്രമത്തിലാണ്. മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സന്തോഷത്തിലേക്ക് കൊണ്ടുപോവുക. നിങ്ങളിപ്പോൾ പൂർണ്ണമായും അതിൽ ജീവിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ സൃഷ്ടിക്കപ്പെട്ടതായി നിങ്ങൾ അറിയുന്നു. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വീട്, കുടുംബം, കുട്ടികൾ എല്ലാം നിങ്ങൾക്കിപ്പോൾ കാണാം. അവരുമായുള്ള ഇടപഴകലുകൾ നിങ്ങൾ നന്നായി ആസ്വദിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ പരിപൂർണ തൃപ്തിയും സന്തോഷവും അനുഭവിക്കുന്നു. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങൾ, മനോഹരമായ നിങ്ങളുടെ ഓഫീസ് കെട്ടിടം, നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ, സ്ഥാനക്കയറ്റങ്ങൾ എല്ലാം വ്യക്തമായി നിങ്ങൾ കാണുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന അഭിനന്ദനങ്ങളും പ്രശംസകളും വ്യക്തമായി നിങ്ങൾക്ക് കേൾക്കാം. ആഡംബര സൗകര്യങ്ങളോടുകൂടിയ നിങ്ങളുടെ മുറിയിൽ സുഖമായി കിടക്കുന്നത് നിങ്ങൾ ആസ്വദിക്കുന്നു. ഏറ്റവും സ്വാദേറിയ ഭക്ഷണത്തിൻ്റെ രുചി നിങ്ങളുടെ നാവിലുണ്ട്. കുറച്ചു സമയം നിങ്ങൾക്ക് ഈ ജീവിതം ആസ്വദിക്കാം.
ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. എന്നിൽ ധാരാളം ഊർജമുണ്ട്. എന്നിൽ നിന്നും സ്നേഹവും സന്തോഷവും പ്രസരിക്കുന്നു. ആരുമായും നല്ലതുപോലെ ഇടപെടാനുള്ള ആകർഷണീയമായ കഴിവ് എനിക്കുണ്ട്. എൻ്റെ ഉള്ളിൽ ദിവ്യസ്നേഹവും സൗഖ്യവും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നു. എന്തും ചെയ്യാനുള്ള സർഗശക്തിയും പ്രാഗൽഭ്യവും എനിക്കുണ്ട്. ഞാൻ കൂടുതൽ സന്തോഷമുള്ളയാളാകുന്നു. എനിക്കെൻ്റെ ജീവിതത്തിൽ പരിപൂർണ തൃപ്തി അനുഭവപ്പെടുന്നു. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരു ദീർഘശ്വാസം എടുത്ത് വിട്ട് മെല്ലെ കണ്ണുകൾ തുറക്കാം. ഉറങ്ങിപ്പോയി ആരെങ്കിലും? ആരും കാണുന്നില്ലല്ലോ. എത്ര പേര് കറക്റ്റ് ആയിട്ട് ചെയ്തു? നിങ്ങൾ ഞാൻ പറയുന്നതിന് ആൻസർ ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഓക്കെ, ഗ്രേറ്റ്. എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? ജസ്റ്റ് ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ പറ്റോ? എന്താണ് നിങ്ങൾക്ക് ഇത് ചെയ്ത സമയത്ത് എന്താ ഫീൽ ചെയ്തതെന്നുള്ളത് ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയോ? ആർക്കാ പറയാൻ പറ്റാ? ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ഒരാൾക്ക് പോലും പറയാൻ പറ്റില്ലേ? ആരെങ്കിലും ഒരാൾ പറയാൻ പറ്റും? ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ മജീദ് പി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. പറയുന്ന കേൾക്കുന്നില്ലേ? ഓ, കേൾക്കുന്നു. റിലാക്സ് ഒരു റിലാക്സ് കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മള് റിലാക്സ് കിട്ടിയിട്ടുണ്ട്. ഒരു ഊർജം കിട്ടിയ പോലെ തോന്നി. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മള് ഈ മെഡിറ്റേഷൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഉള്ള ഒരുപാട് ടൂൾസും ടെക്നിക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഇത്തരത്തിൽ ഒരുപാട് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരുപാട് ടൂൾസും ടെക്നിക്സ് ഒക്കെ ഉണ്ട് നമ്മുടെ മൈൻഡ് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട്, കാമാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിങ്ങനെ നമ്മൾ അവരുടെ ഒരാളുടെ കൂടെ ഇത്ര സമയം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ കൂടെ നിന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഡെയിലി ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ് ആയി പോകും. നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് എന്തായിപ്പോവും? ഭയങ്കരമായിട്ട് വൈഡായിപ്പോവും, ഭയങ്കര വിശാലായിപ്പോവും. ഞാനൊരു കുഞ്ഞു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താന്ന് വെച്ചാല് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പൊ ഈ വ്യക്തി ഭയങ്കരമായിട്ട് ലൈഫിൽ ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈനാൻഷ്യലി ആയിട്ടും വീട്ടിലെ പ്രശ്നങ്ങളായിട്ടും ആകെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇയാൾക്ക് ഒരു ഗുരുവിനെ കാണണം. ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം വേണം, അല്ലെങ്കിൽ ഈ പ്രയാസങ്ങളും ഒക്കെ ഒന്ന് മാറി ഒന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ എന്നുള്ളത് ഒരു ഗുരുവിനെ തേടി നടക്കുകയാണ് അതിനു വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഇയാൾ കുറേ അലഞ്ഞ് അവസാനം ഒരു ഗുരുവിന്റെ അടുത്ത് എത്തി. അപ്പൊ ഗുരുവിനോട് ചോദിച്ചു, ഈ പ്രയാസങ്ങളും ഇതൊക്കെ ഒഴിവാക്കി എനിക്കൊന്ന് സന്തോഷത്തോടെ ജീവിക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഗുരുവിന്റെ അടുത്ത്. അപ്പൊ ഗുരു ആളടുത്ത് പറഞ്ഞു, ഗുരു ആളെ കയ്യിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ട്, ഇത്ര അളവിൽ ഉപ്പ് എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. എന്നിട്ട് ആളോട് പറഞ്ഞു, ഈ ഉപ്പ് ഈ വെള്ളത്തിൽ ഇട്ടിട്ട് കുടിക്കാൻ പറഞ്ഞു. അപ്പൊ ആള് ആ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അത് കുടിച്ചു. അപ്പൊ ഗുരു ചോദിച്ചു, ഇപ്പൊ എന്താ ഫീൽ ചെയ്യുന്നത്? ഭയങ്കര കയ്പാണ്, ഇത് കുടിക്കാൻ കഴിയില്ല ഗുരു എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, എന്നാ ഈ വായു എന്ന് പറഞ്ഞിട്ട്
അതേ അളവിൽ ഉപ്പെടുത്തിട്ട് ആളെയും കൊണ്ടിട്ട് ഒരു കിണറ്റിന്റെ അരികിലേക്ക് നടന്നിട്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഉപ്പ് കിണറ്റിൽ കിടാൻ പറഞ്ഞു ഈ വ്യക്തിന്റെ അടുത്ത്. അപ്പൊ ആ ഉപ്പ് ആള് കിണറ്റിൽ കിട്ടും, എന്നിട്ട് അതിലുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അതിൽ നിന്നുള്ള വെള്ളം കുടിച്ചപ്പോ ഗുരു ചോദിച്ചു, ഇപ്പൊ എന്താ ഫീൽ ചെയ്യണ ചോദിച്ചു. ഇപ്പൊ ഒന്നും ഫീൽ ചെയ്യണില്ല, നല്ല വെള്ളമാണെന്ന് പറഞ്ഞു. അപ്പൊ ഗുരു തിരിച്ചു നടന്നപ്പോ അയാളോട് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഒക്കെ ലൈഫ്. എന്താന്ന് വെച്ചാല് നമ്മൾ ഓരോ കാര്യങ്ങളും എടുക്കുന്ന രീതി വ്യത്യാസമാണ്. നമ്മുടെ മനസ്സ് ഇടുങ്ങി പോണ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആയി പോകും. അപ്പൊ നമ്മളുടെ മൈൻഡ് ഭയങ്കര വിശാലായിട്ടുള്ള മനസ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ചിന്തിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതാണ് അവിടെ സംഭവിച്ചത്. ഇപ്പൊ ഒരു അത്രയും എമൗണ്ട് വാട്ടറിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് അത് കുടിക്കുന്ന സമയത്ത് ഒന്നും ഫീൽ ചെയ്തില്ല. നേരെ മറിച്ച് ഒരു ഇടുങ്ങിയ ഒരു കുഞ്ഞ് ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അത് കുടിച്ച സമയത്ത് ഭയങ്കര കയ്പ്പ് ഫീൽ ചെയ്തു. വേറെ ഒരു സിംപിളി നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഇടുങ്ങിയ റോഡിൽ പെട്ടെന്ന് ബ്ലോക്ക് ഉണ്ടാവില്ലേ, കുറെ വണ്ടികളെല്ലാം കൂടെ വന്നിട്ട്, ഈ വണ്ടികൾ നമ്മുടെ ചിന്തകളാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതെല്ലാം കൂടി വന്നിട്ട് അത് ബ്ലോക്ക് ആയി പോകും. നേരെ കുറച്ചൊരു ഹൈവേ എടുത്ത് നോക്കുക. എന്തിനാ ഹൈവേ ഉണ്ടാക്കിയിട്ടുള്ളത്? ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഹൈവേ എന്ന് പറയുന്നത് ഭയങ്കര വിശാലായിട്ട് കിടക്കുകയാണ്. അപ്പൊ അതിൽ കൂടെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വണ്ടികൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് അവിടെ എത്താൻ വേണ്ടി പറ്റും. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു റോഡാക്കിയിട്ട് എടുക്കുക, അതിൽ ഓടുന്ന വാഹനങ്ങളായിട്ട് നമ്മുടെ ചിന്തകൾ എടുക്കുക. അപ്പൊ ഈ ചിന്തകള് ഫാസ്റ്റ് ആവണം, വ്യക്തമായിട്ട് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് എക്സ്പാൻഡ് ആയിരിക്കണം, അത് വികസിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോഴേ നമുക്ക് നമ്മളുടെ ലക്ഷ്യത്തിലോട്ട് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെ ഒരാളുടെ ജീവിതത്തിൽ എന്തൊക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളിലാണ് കോൺസെൻട്രേറ്റഡ് ആയിട്ട് കിടക്കുന്നത്. ഇപ്പൊ ഈ ആളുടെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് വികസിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല നമ്മളുടെ മൈൻഡിലുള്ളത്. നമ്മൾ എന്താ വെച്ചാല് അവിടെ പ്രശ്നങ്ങളാണ്, പൈസ ഇല്ലല്ലോ, അല്ലെങ്കിൽ അവിടെ ഭാര്യനായിട്ട് പ്രശ്നത്തിലാണ്, ഭർത്താവിനായിട്ട് പ്രശ്നത്തിലാണ്, മക്കളായിട്ട് പ്രശ്നത്തിലാണ്, ഇങ്ങനെ കുടുംബക്കാരായിട്ട്, ഉമ്മാനായിട്ട്, വാപ്പാനായിട്ട്, ഇങ്ങനൊക്കെ വെറും പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് വെച്ചാല്, നമ്മൾ എന്തിലേക്കാണോ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്, നമ്മളുടെ എനർജി ഏറ്റവും കൂടുതൽ എന്തിലോട്ടാണോ പോകുന്നത്, അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളുടെ എനർജി എപ്പോഴും ഇങ്ങനെ അനാവശ്യ ചിന്തകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അനാവശ്യ ചിന്തകൾ തന്നെ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പം നേരെ മറിച്ച് നമ്മളുടെ ഉള്ളിൽ നല്ല ചിന്തകളാണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഉള്ളിൽ നല്ല ചിന്തകളെ ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഒരു സിംപ്ലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, നമ്മളുടെ ഉള്ളിൽ എപ്പോഴാണ് നമുക്ക് സങ്കടം വരിക, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് സന്തോഷം വരിക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് എപ്പോഴാണ് നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആയി പോകുന്നത്, ബേൺ ഔട്ട് ആയി പോകുന്നത്, നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ വരുന്നത്? ഇതൊക്കെ എപ്പോഴാണ് ആക്ച്വലി ഒരാളുടെ ഉള്ളിൽ സംഭവിക്കുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാവുന്നത്? സങ്കടം ഉണ്ടാകുന്നത് എന്തെങ്കിലുമായിട്ട് നമുക്ക് ഒരു അപകടം പറ്റുക, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും സംഭവിക്കുമ്പോ ഒരു സങ്കടം ഉണ്ടാവും. പിന്നെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും നമുക്ക് കിട്ടുമ്പോ അതൊരു സന്തോഷമാണ്. ഇപ്പൊ അതുപോലെ തന്നെ ഇന്നത്തെ മീറ്റിംഗ് കിട്ടിയതൊരു സന്തോഷമാണ്, നമ്മളെ അറിയപ്പെടാതെ കിട്ടിയതല്ലേ, അതൊരു സന്തോഷമാണ്. ഓക്കെ ഗ്രേറ്റ്, താങ്ക് യു സോ മച്ച്. ഇനി വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് എപ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ എപ്പോഴാണ് സന്തോഷവും സങ്കടമൊക്കെ വരുന്നത്? എപ്പോഴാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ലൈല മാം ഒന്ന് പറയോ, എപ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ സങ്കടവും സന്തോഷമൊക്കെ വരാം? വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, പറയൂ ലൈല മാം. നമ്മളെ മനസ്സിന് നമ്മളെ ഉദ്ദേശിച്ച രൂപത്തിൽ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് വിഷമാവും. ഇനി നമ്മളെ ഉദ്ദേശിച്ച രൂപത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ നമുക്ക് സന്തോഷമാവും. സങ്കടവും സന്തോഷവും ഒക്കെ ആക്ച്വലി വരുന്നത് എപ്പോഴും വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ ചിന്തകൾ ഉള്ളതുകൊണ്ടാണ്. അതായത് ഇപ്പൊ നമുക്ക് അരുതാത്തത് സംഭവിക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ സങ്കടമായി പോവാണ്. നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളെ കൊണ്ടാണ് നമുക്ക് പ്രശ്നം വരുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും ഇതേപോലെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും.
അതേപോലെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക, അപ്പൊ നമുക്ക് ഭയങ്കര സങ്കടം വരും. അപ്പൊ ഇതൊക്കെ ആക്ച്വലി സംഭവിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മളുടെ ചിന്തകളിൽ നിന്നാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഓക്കെ നമ്മളോട് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോഴാണ് നമുക്ക് സങ്കടമാണെന്ന് നിങ്ങൾ എല്ലാവരും പറഞ്ഞു. ഈ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഒരാൾ ഭയങ്കരമായിട്ട് കുറെ മോട്ടിവേഷൻ തന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്കപ്പോ അവിടെ കോൺഫിഡൻസ് വരും, അല്ലെങ്കിൽ നമ്മൾ സന്തോഷമാവും, അത് പോട്ടടാ കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയങ്കര ഒരു പ്രശ്നത്തിൽ ഇപ്പൊ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു മീറ്റിംഗ് വന്നപ്പോൾ സന്തോഷമായി എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടുന്ന് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതെന്താവണത്, നമ്മളുടെ ഉള്ളിൽ മാറി ചിന്തിക്കണം നമ്മൾ. ഓക്കെ, ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയായിട്ട് മാറാണ്. അപ്പൊ എല്ലാം ഉണ്ടാവുന്നത് നമ്മളുടെ ചിന്തകളിൽ നിന്നാണ്. കാരണം നമ്മളുടെ ചിന്തകളാണ് പിന്നെ ഇമോഷൻസ് ആവുന്നത്. ഈ സങ്കടം സന്തോഷം എന്നൊക്കെ പറയുന്നത് ഓരോ ഇമോഷൻസ് ആണ്, നമുക്ക് ഉണ്ടാവുന്ന ഓരോ വികാരങ്ങളാണ് ഈ സങ്കടങ്ങൾ സന്തോഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് ഉണ്ടാവുന്നത് എവിടെന്ന് വെച്ചാൽ നമ്മളുടെ ചിന്തകളിൽ നിന്നാണ്. മനസ്സിലായോ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് മാഡം, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഈ ചിന്തകളെ കൊണ്ടാണ് നമുക്ക് ഈ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളുടെ ചിന്തകൾ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റിയാൽ എന്ത് ചെയ്യാം, നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കാം. സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ എല്ലാവർക്കും വരും. ഇപ്പൊ നേരത്തെ ലൈല മാം പറഞ്ഞു, നമുക്ക് ഇഷ്ടമില്ലാത്തത് നടക്കുന്ന സമയത്ത് നമുക്ക് സങ്കടമാവും, നമുക്ക് ഇഷ്ടമുള്ളത് നടക്കുന്ന സമയത്ത് നമ്മൾ ഹാപ്പി ആവും എന്നുള്ളത്. നമ്മൾക്ക് വേണ്ടത് എന്താണെന്ന് നമുക്കറിയുള്ളൂ. ശരിക്കും നമുക്ക് എന്താ വേണ്ടത് എന്നുള്ളത് നമ്മളെ സൃഷ്ടിച്ച ആൾക്കാണ് അറിയാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഈ ഫോണിന് എങ്ങനെയാണ് കറക്റ്റ് ഒരു എല്ലാവരും ഭയങ്കരമായിട്ട് കൊണ്ടെടുക്കണം ഒരു ഐഫോൺ. ഈ ഐഫോൺ എങ്ങനെയൊക്കെ അതിനെ അപ്ഡേറ്റ് ആക്കണം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളത് സ്റ്റീവ് ജോബ്സിനാണ് കറക്റ്റ് ആയിട്ട് അറിയാം. കാരണം അത് ഉണ്ടാക്കിയിട്ടുള്ള ആള് മൂപ്പരാളാണ്. അപ്പൊ മൂപ്പരാൾക്ക് അറിയാം ഇതിന് എന്തൊക്കെ എവിടൊക്കെ എങ്ങനെയൊക്കെ ചിപ്പ് ആഡ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, അപ്പോഴാണ് ഇതിനെ അപ്ഡേറ്റ് ആക്കാൻ പറ്റുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പൊ ഇതിനെ കുത്തി തുറന്ന് വേറൊരു സംഭവം അതൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഐഫോൺ പറയാണ്, അയ്യോ എന്നെ തുറക്കല്ലേ എനിക്ക് വേദനിക്കണമെന്ന് പറഞ്ഞാല് അവിടെ വല്ലതും നടക്കുമോ? ഇത്രയേ ഉള്ളൂ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ. ദൈവം നമുക്ക് പരീക്ഷണങ്ങൾ തരുന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പറയും, ദൈവമേ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ, ഞാൻ ഇതെല്ലാം ചോദിച്ചത്, എനിക്ക് വേറെ എല്ലാം വേണ്ടത് നമ്മൾ പറയും. പക്ഷേ ദൈവം നമുക്ക് പരീക്ഷണം തരുന്നുണ്ടെങ്കിൽ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പരീക്ഷണം അല്ലെങ്കിൽ പരീക്ഷ എന്നൊക്കെ പറയുന്നത് ആക്ച്വലി എന്താണ്? നമ്മൾ എന്തിനാ പരീക്ഷ എഴുതുക? നമ്മൾക്കൊരു നെക്സ്റ്റ് ലെവലിലോട്ട് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും എക്സാമുകൾ എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുന്നത് നമുക്ക് അടുത്ത ലെവലിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. ആ പരീക്ഷണത്തിൽ നമ്മൾ പാസ്സാവുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുക, നമുക്ക് ഉയരാൻ വേണ്ടിട്ട് പറ്റുക. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കണം. അല്ലാണ്ട് എനിക്ക് പ്രശ്നങ്ങളാണല്ലോ, എനിക്ക് പരീക്ഷണങ്ങളാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പുറകുന്ന് ചിലപ്പോൾ നമുക്ക് ഒരുപാട് അവസരങ്ങൾ ആ പ്രശ്നത്തിലൂടെ കിട്ടുന്നുണ്ടാവാം, അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റൂല. കാരണം നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? നമ്മളുടെ പ്രശ്നങ്ങളിലാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ചിന്തകൾ എന്തായിട്ട് മാറും? ഇങ്ങനെ നമ്മൾ ഇതന്നെ പ്രശ്നങ്ങളാണ് പരീക്ഷണങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ നമ്മളുടെ ഇമോഷൻസ് ആ രീതിയിലുള്ളതായി പോവാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളുടെ ഇമോഷൻസ് അത്തരത്തിലുള്ള ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുള്ള ഇമോഷൻ ആയിട്ട് മാറിപ്പോ. അങ്ങനെ ആ ഇമോഷൻസ് എന്താവും? നമ്മളുടെ ആക്ഷൻസ് ആയിട്ട് മാറും. അപ്പൊ നമ്മളിങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണെന്ന് ചിന്തിക്കുന്ന സമയത്ത് അത് അത്തരത്തിലുള്ള ഇമോഷൻ, സങ്കടം എന്ന് പറഞ്ഞിട്ടുള്ള ഇമോഷൻ പുറത്തു വിടും. ആ ഇമോഷൻ എന്തായി പോവും? അപ്പൊ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല, നമുക്ക് ഭയങ്കര മടിയായിരിക്കും, നമുക്കൊന്നും ചെയ്യാനൊരു കോൺഫിഡൻസ് ഇല്ലാവില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കും. അപ്പൊ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവോ? ഒരു റിസൾട്ടും ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മുടെ ചിന്ത നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള, കോൺഫിഡൻസ് ആയിട്ടുള്ള, മോട്ടീവ് ആയിട്ടുള്ള ചിന്തകൾ നമ്മൾ ഡെയിലി നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇമോഷൻ മാറും. ആ സങ്കടം എന്നുള്ളത് മാറിയിട്ട് നമുക്ക് സന്തോഷം വരാൻ തുടങ്ങും. അതായത് ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം നമുക്ക് വരാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ആക്ഷൻസ് എടുക്കും. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. കാരണം നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും, നമുക്ക് ഭയങ്കര മോട്ടീവാണ് നമ്മളുടെ ഉള്ളിൽ കംപ്ലീറ്റ് ഉള്ളത്. അപ്പൊ നമ്മളെല്ലാം ചെയ്യും. അപ്പൊ നമുക്ക് നല്ല റിസൾട്ടും ഉണ്ടാവും. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് 80% നെഗറ്റീവ്ക്കാ പോവാം, ബാക്കി 20% നാച്ചുറലി പോസിറ്റീവ് പോകാനുള്ള പവർ ബ്രെയിനുള്ളൂ. അപ്പൊ നമ്മൾ ഇതിനെങ്ങനെ വലിച്ചു പിടിച്ചിട്ട് എന്ത് ചെയ്യണം? പോസിറ്റീവിലേക്ക് നീക്കണം. അതിനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഡെയിലി നമ്മളുടെ ബോഡീനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ കുളിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ടീത്ത് ബ്രഷ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ നമ്മളുടെ ബോഡീനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഒരു ദിവസം മൈൻഡിനെ ക്ലീൻ ചെയ്യാത്തൊരു ദിവസം ഉണ്ടാവാറുണ്ടോ? അല്ലെങ്കിൽ അത് ഉണ്ടാവാറുണ്ട് എന്നാണ് എല്ലാവരുടെയും ജീവിതത്തിലുള്ള ഒരു സത്യം. എന്താണെന്ന് വെച്ചാൽ
അത് ക്ലീൻ ചെയ്യാൻ പലപ്പോഴും മറന്നു പോവാം. ഈ ബോഡിന്റെ അതേപോലെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സാധനമാണ് നമ്മളുടെ മനസ്സെന്ന് പറയുന്ന സാധനം. ഇതാരും മൈൻഡ് ആക്കുന്നില്ല, അതിനങ്ങനെ ഇട്ടിക്കാണ്. അപ്പൊ അത് അതിന് ഇഷ്ടമുള്ള വഴി കൂടെ അങ്ങനെ പോകും. ഇപ്പൊ ഒരു പൂന്തോട്ടം വളരെ ഭംഗിയായിട്ട് കൊണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ കോൾ അഥവാ കട്ടാവാണെങ്കിലേ ഗ്രൂപ്പിൽ ലിങ്ക് ഉണ്ട് കേട്ടോ, അതിൽ കയറണേ. കോൾ കട്ടാവാണെങ്കിൽ. താങ്ക് യു. അപ്പൊ നമ്മളൊരു ഒരു ഗാർഡൻ, ഒരു പൂന്തോട്ടം വളരെ ഭംഗിയിൽ നമ്മൾ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം? അതിൽ ഡെയിലി നമ്മൾ വർക്ക് ചെയ്യണം. ഇപ്പൊ രാവിലെ നീച്ച് അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ നമ്മൾ ഡെയിലി അതിലത്തെ കളകൾ പറിച്ചുകൊണ്ടിരിക്കണം. അതിൽ ദിവസം പുല്ലുകൾ മുളക്കും, അല്ലെങ്കിൽ ചെടികൾ ഭയങ്കര നിരപ്പാക്കിയിട്ട് നമ്മളിങ്ങനെ വെട്ടിക്കൊടുക്കേണ്ടി വരും. അങ്ങനെ അതിൽ വർക്ക്ഔട്ട് ചെയ്യണം. അല്ലാണ്ട് അതൊരിക്കലും വളരെ ഭംഗി വെറുതെ ഒരു ഇത് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് വെറുതെ വളരൂല. വിത്തിട്ടുകൊണ്ട് മാത്രം ഒന്നും നമ്മൾ അതിന് ഡെയിലി വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ അതിന് സൂര്യപ്രകാശം കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം, അതിന് വളം ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഒരു സാധനമാണ്, നമ്മൾ ഇടുന്ന വിത്താണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഓരോ ചിന്തകൾ എന്ന് പറയുന്നത്. ആ ചിന്തകൾ വളരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മളുടെ മൈൻഡിനെ നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ആക്ച്വലി ട്രെയിനിങ്ങിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഇതിപ്പോ ഞാൻ ഒരൊറ്റ ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം നമുക്ക് ഒരുപാട് ടൂൾസ് ആൻഡ് ടെക്നിക്സുകൾ ഉണ്ട്. ഓക്കെ, സയന്റിഫിക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരുപാട് ടൂൾസും ടെക്നിക്സും ഒക്കെ നമുക്കുണ്ട്. നമ്മളുടെ ബ്രെയിനിൽ ലോകത്ത് വെറും 2% ആളുകൾ മാത്രം തിരിച്ചറിഞ്ഞിട്ടുള്ള കുറച്ച് സീക്രറ്റ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഓൺടർപ്രണേഴ്സിനെ ആണെങ്കിലും ലെജൻസിനെ ആണെങ്കിലും ഒക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഓർക്കൊക്കെ ഒരു ഗോൾഡൻ ഹവർ ഉണ്ടാവും, അല്ലെങ്കിൽ ഓർക്കൊരു ഹാബിറ്റ്സ് ഉണ്ടാവും അവരുടേതായിട്ടുള്ള. അത് ഉള്ള ആളുകളെ വിജയിച്ചിട്ടുള്ളൂ. അപ്പൊ ആ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്ന വെച്ചാല് അവരുടെ ഹാബിറ്റ്സ്, അവരെന്തൊക്കെയാ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും അത് നോക്കി കോപ്പി എടുക്കാറുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലപ്പുറം നമ്മൾ അവരുടെ ബ്ലൂ പ്രിന്റ്, അതായത് അവരുടെ ഒരു മെന്റാലിറ്റി നമ്മളുടെ ഉള്ളിൽ ആക്സസ് ചെയ്യുന്ന സമയത്ത്, നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർക്കൊക്കെയുള്ള ഹാബിറ്റ്സ് നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളത് താനേ ചെയ്യും, നമുക്കത് കോപ്പി ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. ആ ബ്ലൂ പ്രിന്റ് നമ്മൾ ആക്സസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താവും, ഓട്ടോമാറ്റിക്കലി അവരെ പോലെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഭയങ്കര സ്വപ്നം കാണുന്ന ഇത്തരത്തിലുള്ള ആളുകളായി പോകും. ഈ സ്വപ്നം കാണുന്നത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, നമുക്ക് ഇങ്ങനെയൊക്കെ ഇതൊക്കെ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്നറിയോ? സ്വപ്നങ്ങളാണ്. അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഞാനൊരു എൻ്റെ ഓൺ എക്സ്പീരിയൻസ് പറയാം. അതായത് എനിക്ക് മറ്റുള്ളവർ അങ്ങനെ ലെജൻസ് ഓൺടർപ്രണേഴ്സ് ഇങ്ങനെ ഒന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ നിങ്ങളെടുത്ത്. ഇപ്പൊ ഞാനെന്ന് പറയുന്നൊരു എന്നെ പേഴ്സണലി അറിയുന്ന ആളുകളുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നുള്ളൊരു ആളേ ആയിരുന്നില്ല. എനിക്ക് സ്റ്റേജിൽ സംസാരിക്കാൻ പേടിയായിരുന്നു, മറ്റുള്ള ആളുകളുമായിട്ട് ഭയങ്കരമായിട്ട് ഇതാക്കാൻ പേടിയായിരുന്നു, ഇതൊക്കെ എനിക്ക് പേടിയായിരുന്നു. പക്ഷെ എനിക്ക് ചെറുപ്പം തൊട്ട് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അതാക്കണം, ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ യാത്ര പോകണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, അങ്ങനെ കുറേ സ്വപ്നങ്ങളാണ്. അപ്പൊ അതിനുള്ള സാമ്പത്തിക ശേഷി നമുക്കില്ല, അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ട് സിസ്റ്റം നമുക്കില്ല, അതിനുള്ള കോൺഫിഡൻസ് ഇല്ല, കറേജ് ഇല്ല, ഇതൊന്നുമില്ല. പിന്നെ എങ്ങനെ നമ്മൾ അത് അച്ചീവ് ചെയ്തിട്ടെടുക്കും? പക്ഷെ എൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹം, ഭയങ്കര ഹോപ്പാണ്, ഭയങ്കര പ്രതീക്ഷയാണ്, ഇങ്ങനെ അവിടേക്ക് എത്തണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം എന്നൊക്കെ. അങ്ങനെ ജീവിച്ചു വരുന്ന വഴി ഒരുപാട് ട്രാജഡീസ് നമുക്ക് ഉണ്ടാവും. നമ്മൾക്ക് ഇപ്പൊ നേരത്തെ ലൈലാമാൻ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെയൊക്കെ ആവണം എന്നാണല്ലോ ആഗ്രഹിക്കുന്നത്, പക്ഷെ ഇങ്ങനെ അല്ലാതാവുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വേദനിക്കും. പക്ഷെ അപ്പോഴും ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, എനിക്ക് ഉറപ്പാണ് എൻ്റെ ദൈവം എനിക്കിത് തരുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അപ്പുറത്തുണ്ടാവും, അല്ലെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാരണം ഉണ്ടാവും. ഒരിക്കലും ദൈവത്തിന് അത്രയും ഇഷ്ടമുള്ള, ദൈവത്തിന് പ്രത്യക്ഷപ്പെടാൻ തോന്നിയപ്പോഴാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് വരെ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് അത്രയും ഇഷ്ടമുള്ള, അത്രയും ദൈവം ടേക്ക് കെയർ ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ മനുഷ്യന്മാർ എല്ലാം ദൈവം ഒരുപോലെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മളുടെ മനുഷ്യരുടെ കാര്യത്തിൽ അത്രയും ദൈവത്തിന് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള, അതുകൊണ്ടാണല്ലോ നമുക്ക് മനുഷ്യർക്ക് ഇത്രയും കഴിവ് തന്നിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പവർ എന്താണെന്ന് വെച്ചാൽ അവനക്ക് ചിന്തിക്കാനുള്ള പവർ ഉണ്ടെന്നാ. വേറൊരു സാധനത്തിന് ഇവിടെ അവരാരും കോൺഷ്യസ് അല്ല. ഓക്കെ, അവർക്ക് ആർക്കും ചിന്തിക്കാനുള്ള ശേഷിയില്ല. പക്ഷെ നമുക്ക് മനുഷ്യർക്ക് എന്തുണ്ട്? ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്. ആ ചിന്തിക്കാനുള്ള ശേഷി തന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആക്ച്വലി ദൈവം ചിന്തിക്കാനുള്ള പവർ തന്നിട്ടുള്ളത്. അപ്പം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കടന്നു വരും. ഞാൻ പണ്ട് തൊട്ടേ ഭയങ്കരമായിട്ട് പ്രേ ചെയ്യുന്ന ഒരാളാണ്. സയന്റിഫിക് പ്രയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൂൾസ് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ മാജിക്കൽ ഷിഫ്റ്റുകൾ സംഭവിക്കും. അപ്പൊ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരു സാധനമായിരുന്നു പ്രയർ.
നമ്മളുടെ മുന്നിൽ ഒന്നും ഓപ്പൺ അല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമുണ്ട്, പ്രാർത്ഥിക്കുക എന്നുള്ളത്. ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് ആരുടെങ്കിലും അനുവാദം ചോദിക്കണോ? പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ ആരുടെങ്കിലും, അല്ലെങ്കിൽ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുക, നമ്മുടെ ചിന്തകളാ. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാ. നമ്മളുടെ ഏത് നിമിഷത്തിലുള്ള ചിന്തകളാണ് ദൈവം എടുക്കുക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്നുള്ളത്. കാരണം നമ്മളിങ്ങനെ ഇല്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് അത് ചിലപ്പം എടുത്തു എന്ന് വരില്ല. കാരണം ഞാൻ പലപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളുടെ ചിന്തകളാണ് ആക്ച്വലി പ്രേയേഴ്സ് ആയിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും അനുവാദം മേടിക്കേണ്ട ആവശ്യമുണ്ടോ? ആരുടെ അനുവാദം മേടിക്കേണ്ട? നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ ഹോൾഡ് ചെയ്തിരുന്ന ഒരു സാധനം അത് മാത്രം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എനിക്കൊരു വിശ്വാസം ഉണ്ട്, എനിക്കത് കിട്ടും എന്നെങ്കിലും ഒരിക്കൽ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുന്ന വഴി 10th ഫുൾ A+ ഒക്കെ മേടിച്ച് +1 +2 കഴിഞ്ഞ് പിന്നെ അവിടെ കുറെ ഡിപ്രഷൻ ആയിപ്പോയി. ഇതേപോലെ നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നില്ല, നമ്മൾ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു. അങ്ങനെ എന്തായിപ്പോയി, ഭയങ്കരമായിട്ട് ഡൗൺ ആയി. 10th ഫുൾ A+ മേടിച്ച ഞാൻ +1 +2 എത്തിയപ്പോൾ തോറ്റുപോയി. കാരണം എനിക്ക് പഠിക്കാനൊന്നും പറ്റില്ല. എൻ്റെ പഠിത്തത്തിലും എക്സാമിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഫ്ലോപ്പ് ആയി പോയി. പിന്നെ എന്ത് എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോഴും എൻ്റെ ഉള്ളിൽ അണയാത്തൊരു സാധനം ഉണ്ട്. എൻ്റെ ഉള്ളിലുള്ള ഹോപ്പ്, എൻ്റെ ഉള്ളിലുള്ള വിശ്വാസം, എൻ്റെ പ്രാർത്ഥന, ഇതിനൊക്കെ ഒരു ഫലമുണ്ട് എന്നുള്ളൊരു അടിയുറച്ച വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ +2 കഴിഞ്ഞ് ഞാൻ വീണ്ടും കോഴ്സിന് ജോയിൻ ചെയ്തു. അതിന് ജോയിൻ ചെയ്തപ്പം ഞാൻ ഡിസൈനിങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതെടുത്ത് അവിടെയും ഞാൻ ഫ്ലോപ്പ് ആയി പോയി. അതിനുശേഷം പാരാമെഡിക്കൽ എടുത്തു, അവിടെയും ഫ്ലോപ്പ് ആയി പോയി. അതിനുശേഷമാണ് പിന്നെ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വരുന്നത്. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഒരുപാട് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ ഇൻഡസ്ട്രിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഒരുപാട് ട്രാജഡിയാണ്. കാരണം ഇതിന് ഒരുപാട് നമുക്ക് ലക്ഷങ്ങളോളം നമ്മൾ ഇതിന് ചെലവഴിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലില്ല. ഒരു 5 രൂപ പോലും എടുക്കാൻ എൻ്റെ കയ്യിലില്ല. ആ സമയത്തും എൻ്റെ വിശ്വാസമാണ് എന്നെ രക്ഷിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൂൾസും ടെക്നിക്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഉള്ളതുപോലെ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത്, നമുക്ക് ഉള്ളതിന് നമ്മൾ നന്ദി പറയുന്ന സമയത്ത്, എല്ലാത്തിലും ഇപ്പൊ വേദഗ്രന്ഥങ്ങളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ബൈബിളിലായിക്കോട്ടെ, എല്ലാ വേദഗ്രന്ഥങ്ങളിലും, ബൈബിളിലായിക്കോട്ടെ, ഗീതയിലായിക്കോട്ടെ, ഖുറാനിലായിക്കോട്ടെ, എല്ലാത്തിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഖുറാനിൽ പറയുകയാണെങ്കിൽ ലഇൻ ശക്കർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കൂടുതൽ നൽകും എന്നുള്ളത്. ഇതുപോലെ ഗീതയിലായിക്കോട്ടെ, ബൈബിളിലായിക്കോട്ടെ, ഇതിലൊക്കെ ഒരുപോലെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നന്ദിയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കൂടുതൽ തരും. പലപ്പോഴും നമുക്കില്ലാത്തത് അതാണ്. നമ്മൾ എപ്പോഴും പ്രശ്നങ്ങളില്ല, ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് ഉള്ളത് നമ്മൾ എണ്ണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ദൈവം എന്തായാലും തരും. അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നുള്ളതിൽ നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നാളെ നിങ്ങൾക്ക് ദൈവം തീർച്ചയായിട്ടും തരും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 രൂപ പോലും എൻ്റെ അടുത്ത് ഇതിന് എടുക്കാൻ വേണ്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ എനിക്ക് ഉള്ളതിൽ ഞാൻ നന്ദി പറഞ്ഞു. എനിക്ക് കിട്ടാനുള്ളതിലും എനിക്ക് കിട്ടി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എന്നെ ഞാൻ നന്ദി എഴുതിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ആ പൈസക്ക് എനിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ റെഡിയായി. അതിനുശേഷം പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു യാത്രകൾ പോകാന്നുള്ളത്. കാരണം ഒരു പെൺകുട്ടി എന്നതിനെ സംബന്ധിച്ച്, ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ലിമിറ്റ്സ് ഉണ്ട്. യാത്ര പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഫാമിലി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിയാണ്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ട് തരുന്ന പ്രശ്നം, ഇങ്ങോട്ട് തരുന്ന പ്രശ്നം, അങ്ങനെയുള്ള ഒരു സംഭവമാണ്. അപ്പൊ അവിടെ നിന്ന് ഞാൻ എൻ്റെ ഡിസിഷൻസ് എടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്രയും പ്രശ്നങ്ങൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. കാരണം നമുക്ക് ചിലർ ഭയങ്കരമായിട്ട് നമ്മളെ കുറ്റപ്പെടുത്തും, അങ്ങനെ പറഞ്ഞത് കേൾക്കണില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷെ അവിടെ ഞാൻ എൻ്റെ വിശ്വാസം, എൻ്റെ പ്രേയേഴ്സും, എൻ്റെ ദൈവം, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പറയുന്നവരോടും കാരണം എനിക്കറിയാം എനിക്ക് എന്താ വേണ്ടത്. ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിക്കാനല്ല, അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്. യാത്ര ചെയ്യുന്നവന്റെ മനസ്സ് പലപ്പോഴും വിശാലമായിട്ടുള്ള മനസ്സാണെന്നുള്ളത് നമ്മളെല്ലായിടത്തും പഠിച്ചിട്ടുള്ള കാര്യം. അതിലൊക്കെ അപ്പുറം എനിക്ക് സ്ഥലങ്ങൾ കാണണം, പുതിയ മനുഷ്യരെ കണ്ടുപിടിക്കണം, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ്. അപ്പൊ ഞാൻ ഈ യാത്രകൾ ചെയ്യാന്ന് പറയുമ്പോൾ ഇങ്ങനെ അതിനൊരുപാട് പണം ആവശ്യമുള്ള കാര്യമാണ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ കുറേ മുമ്പുള്ള സ്വപ്നങ്ങളാണ്. ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു ട്രാവൽ കമ്പനിയിൽ ജോയിൻ ചെയ്തു. അവിടുത്തെ ഹോസ്റ്റ് ആയിട്ട് നമ്മളെ സെഷൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർ നമ്മളെ വിളിച്ചു. അപ്പോൾ നമ്മൾ അവിടുത്തെ ഹോസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തു.